ഇന്നലെ ഐഷ പോറ്റി കോൺഗ്രസ് എന്ന് പറഞ്ഞ വലിയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയുണ്ടായി. പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളോടൊപ്പം എന്നും ആർ രശ്മി എന്ന ഞാൻ ഉറച്ചു നിൽക്കും. പാർട്ടി ആരെയാണോ കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അവർക്ക് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞാനുണ്ടാവും. കഴിഞ്ഞ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ എന്നെ പാർട്ടി മത്സരിപ്പിക്കുകയും എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യങ്ങൾ ഓടി നടന്ന് സമയപരിമിതിക്ക് വളരെ കുറച്ച് സമയത്തിനുള്ളിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായത്. സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഓടി നടന്ന് 7 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും വളരെ സജീവമായി പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. പാർട്ടി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ നന്നായി ഞാൻ ചെയ്തു എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്തായാലും UDF കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് എന്നെ ആർ രശ്മി എന്നെ ഞാനാക്കിയത്. ഇപ്പോൾ കുറച്ച് ഇന്നലെയും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ആർ രശ്മി BJPയിലേക്ക് എന്ന വാർത്ത കണ്ടു. എന്തായാലും ആർ രശ്മി ഒരു പാർട്ടിയിലേക്കും പോകുന്നില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് എന്നെ ഞാനാക്കിയത്. ആ പ്രസ്ഥാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. എൻ്റെ നിലപാട് അത് തന്നെയാണ്. ഐഷ പോറ്റി UDF സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ വരുമെന്ന് ആണ് ഇന്നലെയും ഒക്കെ പറയുന്നത്. ഐഷ പോറ്റി കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് ഇന്നലെ നടന്ന തൊഴിലുറപ്പിൻ്റെ രാപ്പകൽ സമരത്തിലേക്ക് കടന്നു വന്നു, മെമ്പർഷിപ്പ് കൈപ്പറ്റി. എന്തായാലും അവരുടെ വരവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാർട്ടി എന്തായാലും എനിക്ക് അർഹമായ പരിഗണന പാർട്ടിയിൽ തരുമെന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ നേതാക്കന്മാരുമായി ഞാൻ സംസാരിക്കും. ഒരു പാർട്ടിയിലേക്കും ഞാൻ പോവില്ല. സ്ഥാനാർത്ഥി മോഹി ആയിട്ടല്ല ഞാൻ പാർട്ടിയിലേക്ക് കടന്നു വന്നത്. 2005 ജനപ്രതിനിധിയായി കടന്നു വന്നപ്പോൾ തീർച്ചയായും പാർട്ടി എന്നിൽ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി എന്നെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. 2005 2010 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഒരു UDF സ്ഥാനാർത്ഥിയായി താഴത്തുളക്കട എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്ന് ജയിക്കുവാൻ എനിക്ക് സാധിച്ചു. ജനറൽ സീറ്റിലും മത്സരിക്കാൻ എനിക്ക് പാർട്ടി അവസരം തന്നു. ആ അവസരങ്ങളെല്ലാം വളരെ നന്നായി ഉപയോഗിച്ചതുകൊണ്ട് തന്നെയാണ് 2015 നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എനിക്ക് പാർട്ടി വീണ്ടും അവസരം തന്നത്. കലയൂരൻ ഡിവിഷനിൽ മത്സരിക്കുകയും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുശേഷം വന്ന 2020 നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനറൽ സീറ്റിൽ നിന്ന് മത്സരിക്കാൻ കൂടി പാർട്ടി എനിക്ക് അവസരം തന്നു. പാർട്ടി എന്തായാലും ഒരു വലിയ വിശ്വാസം എന്നിൽ അർപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ജനറൽ സീറ്റിൽ മത്സരിക്കാൻ അവസരം തന്നത്. എൻ്റെ പ്രസ്ഥാനമാണ് എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത്. 20 വർഷം ഒരു ജനപ്രതിനിധിയായി തുടർച്ചയായി വരാൻ സാധിച്ചതും എനിക്ക് സാധാരണക്കാരോടുള്ള ബന്ധം കൊണ്ട് തന്നെയാണ്. ആ പ്രസ്ഥാനം എന്നെ വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തോടൊപ്പം ഞാൻ എന്നും ഉറച്ചു നിൽക്കും. ഐഷ പോറ്റി 3 തവണ ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച ആളാണ്. വിജയസാധ്യത ഉറപ്പാണ്. UDF എന്ന് പറയുന്ന പ്രസ്ഥാനം ആരെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും ഞങ്ങളുടെ പ്രസ്ഥാനം ഒറ്റക്കെട്ടായി ആ സ്ഥാനാർത്ഥിയെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ UDF സ്ഥാനാർത്ഥി ആരാണോ അവരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടി ഒന്നടങ്കം താഴെത്തട്ടിൽ നിന്ന് ഒറ്റക്കെട്ടായി പരിശ്രമിക്കും. KN ബാലഗോപാൽ തീർച്ചയായും KN ബാലഗോപാൽ കഴിഞ്ഞ പ്രാവശ്യം ധനകാര്യമന്ത്രിയായിരുന്നു. ഇപ്രാവശ്യം അദ്ദേഹം തന്നെ ആയിരിക്കാനാണ് സാധ്യത. അഭ്യൂഹങ്ങൾ KN ബാലഗോപാൽ തന്നെയാണ് കൊട്ടാരക്കരയിലെ LDF സ്ഥാനാർത്ഥി എന്നാണ്. എന്തായാലും മത്സരിച്ചാൽ ഐഷ പോറ്റി നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് പാർട്ടി ആ സ്ഥാനാർത്ഥി നിർണ്ണയമൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും ഐഷ പോറ്റി മത്സരിച്ചാൽ തീർച്ചയായും വിജയിക്കുന്നുള്ള പരിശ്രമമായി ഞാനും എൻ്റെ പ്രസ്ഥാനവും ഒറ്റക്കെട്ടായിട്ട് മുമ്പിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഇന്നലെ തന്നെ കുറച്ച് ദിവസങ്ങളായി തന്നെ സ്ഥാനാർത്ഥി ഇപ്പം സാധാരണ ഓൺലൈൻ മാധ്യമങ്ങളാണല്ലോ സ്ഥാനാർത്ഥികളെല്ലാം തീരുമാനിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടിയേക്കാൾ കൂടുതൽ. അപ്പോൾ തീർച്ചയായും കുറേ ദിവസങ്ങൾ കൊണ്ട് എന്നെ പലരും വിളിക്കുന്നു, മാധ്യമങ്ങളിലെല്ലാം ഇങ്ങനെ കാണുന്നു. നമ്മളോട് സ്നേഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ. ഞാൻ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ സുഹൃത്ത് ബന്ധങ്ങൾ കൂടി കുറച്ച് നന്നായി സൂക്ഷിക്കുന്ന ആളാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. സാധാരണക്കാരോടൊപ്പം എന്നും നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എല്ലാവരും വിളിച്ച് ചോദിക്കുന്നു, രശ്മി മെമ്പർ, രശ്മി ടീച്ചർ, രശ്മി ചേച്ചി BJPയിലേക്ക് പോവുകയാണോ എന്ന് ചോദിച്ചു. ഒരിക്കലും ഞാൻ ഒരു പ്രസ്ഥാനത്തിലേക്കും കടന്നു പോവില്ല. എൻ്റെ പ്രസ്ഥാനം UDF ആണ്, കോൺഗ്രസ് ആണ്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ തന്നെ ഞാൻ എന്നും ഉറച്ചു നിൽക്കും. എൻ്റെ നേതാക്കന്മാർ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകളും അത് തന്നെയാണ് ആ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കാൻ എന്നെ തുടർന്നും സഹായിക്കുന്നത്.
UDF എന്ന പ്രസ്ഥാനത്തിൽ തന്നെ ഞാൻ എന്നും ഒപ്പം ഉണ്ടാവും. ആരെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചാലും അവർക്കൊപ്പം മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞാനുണ്ടാവും. കഴിഞ്ഞ 5 വർഷക്കാലം ഒരു MLA എന്ന നിലയിലും ധനകാര്യമന്ത്രി എന്ന നിലയിലും കൊട്ടാരക്കരയിൽ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ധനകാര്യമന്ത്രിയുടെ മണ്ഡലത്തിൽ കൊണ്ടുവരേണ്ട വികസന പ്രവർത്തനങ്ങളല്ല കൊട്ടാരക്കര അസംബ്ലി മണ്ഡലത്തിൽ നടന്നിട്ട്. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലം മുതൽ ബൈപ്പാസ് എന്ന് പറയുന്ന, അന്ന് ഞാനും മത്സരരംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ചാനലുകൾ ആദ്യം എന്നോട് ചോദിച്ചത് കൊട്ടാരക്കരയിൽ നടത്താൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാനും ബൈപ്പാസ് തന്നെയാണ് പറഞ്ഞത്. നമുക്കറിയാം ഗതാഗത കുരുക്കുകൾ അടക്കം കൊട്ടാരക്കരയിൽ ഇന്നുണ്ട്. ആ ബൈപ്പാസിനൊരു പരിഹാരം കാണാൻ ഗതാഗത മന്ത്രി ആണെങ്കിലും അത് തൊട്ടടുത്ത മണ്ഡലത്തിലെ മന്ത്രിയാണ് ഗണേഷ് കുമാർ. അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടി ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുമെന്നെല്ലാം പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും എല്ലാം നമ്മൾ അറിഞ്ഞതാണ്. പക്ഷേ അതൊന്നും പ്രാവർത്തികമാക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. ധനകാര്യമന്ത്രി എന്ന നിലയിൽ മറ്റു മണ്ഡലങ്ങളിൽ നിന്നും ധാരാളം വികസനങ്ങൾ ഇവിടെ ചെയ്തു എന്ന് പറയുന്നു. അതൊന്നും നമ്മളെല്ലാം ധാരാളം ഫ്ലെക്സുകൾ മാത്രമാണ് കണ്ടത്. വികസന പ്രവർത്തനങ്ങൾ കൂടുതലായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞ 5 വർഷക്കാലം, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ കാലാവധി കഴിയാനുള്ളത്. നിയമസഭാ അംഗത്തിന്റെ കാലാവധി കഴിയാൻ അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത്. യാതൊരു വലിയ വികസന പ്രവർത്തനങ്ങളും ഇവിടെ അദ്ദേഹം ചെയ്തിട്ടില്ല. UDF സ്ഥാനാർത്ഥിയായിട്ട് ഐഷാപ്പൊറ്റി വരുവാണെങ്കിൽ ആർക്കായിരിക്കും കൂടുതൽ വിജയസാധ്യത? LDF സ്ഥാനാർത്ഥിയായി KN ബാലഗോപാലും UDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ഐഷാപ്പൊറ്റിയാണ് വരുന്നതെങ്കിൽ അഡ്വക്കേറ്റ് ഐഷാപ്പൊറ്റി തന്നെ ഈ മണ്ഡലത്തിൽ MLA ആയി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.